കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ AP ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു ഈ KK ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യേണ്ടതില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തിന്റെ കുറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മാന്യമായിട്ട് നടത്തുന്ന സ്ഥാപനമാകുമ്പോൾ നമ്മൾ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റിയ കാര്യമല്ല അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്, ചെയ്യാൻ പറ്റാത്ത ചെയ്യാറുമില്ല. അതുകൊണ്ട് ഈ സ്ഥാപന ഉടമകളിലായിട്ടൊരു ബന്ധവും പരിചയമുണ്ട്. ഞാൻ നേരിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു ഇതെന്താണ് ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ പറഞ്ഞു അയ്യോ ടീച്ചർ, ഞാൻ അങ്ങനെ പറയുമോ? ടീച്ചറിനെ കുറിച്ച് അതും ഒരിക്കലും പറയും. ഞാൻ ഇപ്പം മുമ്പ് ഇങ്ങനെ അവരൊരു ലെറ്റർ പാഡ് ഉണ്ടാക്കിയിട്ട് ചിലര് എന്നെ കുറിച്ച് ഇങ്ങനെ എഴുതി വിട്ടിരുന്നു. അവരെ നിഷേധം ഇറക്കി. പക്ഷെ അവരുടെ നിഷേധം ഇറങ്ങുമ്പോഴേക്കും ഈ നുണ കുറേ UDFന്റെ വീടുകളിൽ പ്രചരിപ്പിച്ചവരാണ് ഈ ക്രിമിനൽ സംഘം. പക്ഷെ അവിടെയെല്ലാം മറ്റതെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ 100 കാലത്ത് സഞ്ചരിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇമാതിരി വൃത്തികേട്. പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല. തലയെല്ലാം മാറ്റി ഒട്ടിച്ചിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെ പറയാൻ തന്നെ അറപ്പാകുന്ന കാര്യങ്ങളാണ്. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ എന്ത് തെറി വിളിക്കാനും തയ്യാറുള്ള വൃത്തികെട്ട മാനസിക രോഗികളായിട്ടുള്ള ഒരു സംഘത്തെ തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് അവർ വഴി രാഷ്ട്രീയ എതിരാളികളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്ന മൗഢ്യമാണ് UDF പ്രയോഗിച്ചത്. അതാണ് ഷൈൻ ടീച്ചറിന് നേരെ പ്രയോഗിച്ചത്. നമ്മുടെ ടീച്ചറമ്മ, സോറി ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്ന് തോന്നരുത് കേട്ടാ, നമ്മുടെ ടീച്ചറമ്മ തേങ്ങി തേങ്ങി കരയുകയാണ് സുഹൃത്തുക്കളെ, തേങ്ങി തേങ്ങി കരയുകയാണ്. ടീച്ചർക്ക് വടകരയിൽ ഷാഫി കൊടുത്ത ആ ഷോക്ക് ടീച്ചറെ ഇപ്പോഴും വല്ലാതെ അലട്ടുന്നുണ്ട്, ടീച്ചറുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ അതാണ് ചിരിക്കുന്നത് ഈ കാര്യം പറയുമ്പോൾ. ടീച്ചറൊക്കെ എന്തൊക്കെ കളി കളിച്ചതാണെന്നറിയാമോ വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാൻ? കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതും ഇറക്കിയതും പ്രചരിപ്പിച്ചതും ആരാണ്? ഈ CPM-കാരാ, ഈ ടീച്ചറാ. അതിന് കൂട്ടുപിടിച്ചതാര സൈബർ സഖാക്കൾ മാത്രമല്ല കേട്ടാ. കോഴിക്കോടും കണ്ണൂരിലെയും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അത് ഏറ്റുപിടിച്ച ആളുകളാ. എന്നിട്ട് എന്തായി? ഈ സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവം എവിടുന്നായിരുന്നു? എന്തായി? അതിനെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെ എത്തി? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന്റെ അടുക്കലേക്ക് അന്വേഷണം ചെന്നോ? ഇല്ല, എല്ലാം സഖാക്കൾ. അപ്പോ ഇപ്പൊ പറയുന്നത് എന്താ? ഇവ ടീച്ചറ് മെലിഞ്ഞാന്ന് പറവൂരില് നമ്മളെ നടി ഉണ്ടല്ല, ഏത് നടി? നമ്മളെ പ്രശസ്തമായ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടി. ആ നടി പാലക്കാട്ട് LDFന്റെ സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണ്. ആ LDFന്റെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന നടിയുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറവൂരിൽ ഒരു പെൺ സംഗമം, സ്ത്രീകളുടെ ഹോൾസെയിൽ സുരക്ഷക്കാര് ഇപ്പൊ സഖാക്കളാണല്ലോ. സഖാക്കള് കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളുടെയും ഹോൾസെയിൽ സുരക്ഷക്കാരായി മാറിയിരിക്കുകയാണ്, സംരക്ഷകരായി മാറിയിരിക്കുകയാണ്. അപ്പൊ അവിടെ വെച്ച് പറഞ്ഞതാ, ടീച്ചർക്ക് വടകരയിൽ നിന്ന് പറവൂരെത്തിയിട്ടും ഈ ഷാഫി കൊടുത്ത അടി, ആ അടിയുടെ വേദന ഇന്ന് വരെ ടീച്ചർക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ടീച്ചറുടെ ഓരോ ദിവസത്തെയും ഉറക്കം പോലും ഈ അടിയുടെ വേദന കാരണം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ടീച്ചർ കരയുകയാണ് സുഹൃത്തുക്കളെ, ടീച്ചർ കരയുകയാണ്. ടീച്ചർ ഇനിയും ഒരുപാടധികം കരയേണ്ടി വരും. ഇപ്പൊ പറയുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡിൽ ടീച്ചർക്കെതിരെ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തുണ്ടാക്കിയിട്ട് ആ കത്ത്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടീച്ചർ പറഞ്ഞ വാക്ക് UDFന്റെ വീടുകളിലൊക്കെ പ്രചരിപ്പിച്ചു. UDFന്റെ വീടുകളിൽ അല്ലെങ്കിലും ടീച്ചർക്ക് വോട്ട് ചെയ്യില്ല ടീച്ചറെ. അതും എസ്പെഷ്യലി വടകര പോലെയുള്ള ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ UDFന്റെ വീടുകളാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും ടീച്ചർക്ക് ലഭിക്കില്ല. പിന്നെ അങ്ങനത്തെ കത്തുണ്ടാക്കിയിട്ട് UDFന്റെ വീടുകളിൽ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? UDFന്റെ വീടുകളിൽ പ്രചരിപ്പിച്ചത് കൊണ്ട് എന്തുപകാരമാണ് ഈ UDFനും കോൺഗ്രസിനും ഉണ്ടാകാൻ പോകുന്നത്? വടകരയുടെ രാഷ്ട്രീയം കണ്ണൂരിന്റെയും ഈ കണ്ണൂരുമായി അടുത്ത് കിടക്കുന്ന കുറ്റ്യാടി, നാദാപുരം പോലെയുള്ള പ്രദേശങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളിന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. അവിടെ UDFകാരനാണെങ്കിൽ, ഒരു UDFന്റെ വീട്ടാണെങ്കിൽ, ആ UDFന്റെ വീട്ടിൽ നിന്ന് ഈ സഖാക്കൾക്ക് ഒരു വോട്ട് ലഭിക്കില്ല. അതിന് ഇതിന്റെ കത്തിന്റെ ആവശ്യമൊന്നും വേണ്ട. അത് വടകരയുടെ രാഷ്ട്രീയം അറിഞ്ഞവർക്കറിയാം, അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയവർക്കറിയാം. ആ സാഹചര്യവും രാഷ്ട്രീയ അന്തരീക്ഷവും അവിടെ അങ്ങനെയാണ്. നിങ്ങൾ കരുതുന്ന പോലെ കേരളത്തിൽ എല്ലായിടത്തും ഒരേ രാഷ്ട്രീയ അന്തരീക്ഷമല്ല.
വടകരയുടെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഈ പറയുന്ന കുറ്റ്യാടി, നാദാപുരം, വടകര, പെരിങ്ങത്തൂര്, തലശ്ശേരി, ഈ പറയുന്ന ഏരിയകളിൽ ഒക്കെ, കൂത്തുപറമ്പ് പോലുള്ള ഏരിയകളിലൊക്കെ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. എന്നിട്ട് ഈ പറയുന്ന കാന്തപുരത്തിന്റെ ലെറ്റർ പാഡിൽ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിച്ചു. അതും UDFന്റെ വീടുകളിലാണ്. UDFന്റെ വീടുകളിൽ അങ്ങനെ പ്രചരിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല. അവിടുത്തെ രാഷ്ട്രീയ സിറ്റുവേഷൻ അങ്ങനെയാ. ടീച്ചർക്ക് ഇത് വന്നിട്ട് ടീച്ചർ എന്തേ ഈ കാര്യം ഇന്ന് വരെ പുറത്തു പറയാത്ത കാര്യം ഇവിടെ എറണാകുളത്തെ പറവൂരിൽ വന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ? പറവൂരിലെ ജനങ്ങൾക്ക്, എറണാകുളത്തെ ജനങ്ങൾക്ക് വടകരയിലെ രാഷ്ട്രീയ അന്തരീക്ഷം അറിയില്ല. അവിടെ UDFകാരന്റെ വീടാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് UDFനെ അനുകൂലിക്കുന്ന ഒരു വീടാണെങ്കിൽ അവിടെ നിന്ന് സഖാക്കൾക്ക് ഒരു വോട്ട് കിട്ടില്ല. 100% ഉറപ്പാ. അങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ സിറ്റുവേഷൻ, രാഷ്ട്രീയ അന്തരീക്ഷം അങ്ങനെയാ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വ്യാജമായി കത്തുകൾ ഉണ്ടാക്കി എന്ന് ടീച്ചർ പറയുന്ന കത്തുകൾ, ആ കത്തുകൾ എടുത്തിട്ട് UDFന്റെ വീടുകളിൽ പ്രചരിപ്പിച്ചു പോലും. ടീച്ചർ കരയുകയാണ്. ഇനിയും കരയും, ഇനിയും ഒരുപാടധികം ടീച്ചർ കരയും. എനിക്കിപ്പോ ടീച്ചറോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? നിങ്ങളുടെ നേതാക്കളൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചില്ലേ? ടീച്ചറെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ടീച്ചർ ആ കത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ കത്ത് ടീച്ചറുടെ കൈകളിൽ ഉണ്ടാവുമല്ലോ, അതിന്റെ കോപ്പി ഉണ്ടാവുമല്ലോ. ധൈര്യമുണ്ടെങ്കിൽ ആ കത്ത്, ഇങ്ങനെ ഒരു കത്ത്, ടീച്ചറുടെ കൈവശമുള്ള കത്ത്, ടീച്ചർ അത് പരസ്യപ്പെടുത്തണം. ധൈര്യമുണ്ടെങ്കിൽ ടീച്ചർ അത് പരസ്യപ്പെടുത്തണം. എന്നിട്ട് അവിടെ അത് മാത്രം പോരാ, ടീച്ചർ കാന്തപുരത്തിനെ വിളിച്ച് സംസാരിച്ചു എന്ന് പറയില്ലേ? ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെയാണോ ടീച്ചർ വിളിച്ചത്? അതോ അല്ല കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമാണോ ടീച്ചർ ബന്ധപ്പെട്ടത്? ആരെയാണ് ബന്ധപ്പെട്ടത്, ആരോടാണ് സംസാരിച്ചത് എന്നുള്ള കാര്യം കൂടി ടീച്ചർ അങ്ങ് വെളിപ്പെടുത്തണം. ടീച്ചർ കണകുണ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് പച്ച നുണ വിളിച്ചു പറയുക. ഇനിയും ഇതുപോലെ പച്ച നുണകൾ ടീച്ചർ വിളിച്ചു പറയും. പക്ഷെ കാര്യമില്ല ടീച്ചറെ. ഈ വേദന, വടകരയിൽ ഷാഫി കരണത്തടിച്ചതിന്റെ വേദന, അത് ടീച്ചറുടെ ജീവിതകാലം മൊത്തം ടീച്ചറെ വേട്ടയാടും, ടീച്ചറുടെ ഉറക്കം കെടുത്തും. അത് തന്നെയാണ്. അതാണ് ടീച്ചറെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പറവൂരിൽ വന്നുകൊണ്ട് ഈ പച്ച നുണങ്ങ് മുളപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അതങ്ങ് ഏറ്റെടുക്കുമെന്ന് കരുതി ടീച്ചർ ധൈര്യമുണ്ടെങ്കിൽ ആ കത്ത് പുറത്തുവിടണം. ആ കത്ത് മാത്രമല്ല, ടീച്ചർ ആരെയാണ്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ വിളിച്ചോ, അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ മകനായിട്ട് ഹക്കീം അസ്ഗരിയെ വിളിച്ചോ, അല്ലെങ്കിൽ കാന്തപുരമായി ബന്ധപ്പെട്ട ആരെയാണ് വിളിച്ചത്, ആരെയാണ് വിളിച്ച് സംസാരിച്ചത്? അതല്ല കുറ്റ്യാടിയിലെ കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട പേരോട് അബൂബക്കർ മുസ്ലിയാരെയാണോ നിങ്ങൾ വിളിച്ചത്? ആരെയാണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സോറി, അബൂബക്കർ മുസ്ലിയാരല്ല, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെയാണോ നിങ്ങൾ വിളിച്ചത്? ആരെയാണ് വിളിച്ചത്? ആ വിളിച്ച ആളുടെ പേര് മതി. ആ കോൾ റെക്കോർഡിങ്ങോ മറ്റൊന്നും വേണ്ട. ആ വിളിച്ച ആളുടെ പേര് പുറത്തുവിടണം. നിങ്ങൾ ആരുമായിട്ടാണ് സംസാരിച്ചത്? ഞാൻ പറയട്ടെ, ഈ വടകര, കുറ്റ്യാടി, നാദാപുരം, തലശ്ശേരി, പെരിങ്ങത്തൂര്, കൂത്തുപറമ്പ്, ഈ ഏരിയകളിലൊക്കെ അത് UDFന്റെ വോട്ടാണെങ്കിൽ, വോട്ട് ബാങ്ക് ആണെങ്കിൽ, വോട്ട് നൽകുന്ന വീടാണെങ്കിൽ അവിടെ നിന്ന് ഈ ടീച്ചർക്കോ ഈ സഖാക്കർക്കോ ഒരു വോട്ട് പോലും ലഭിക്കില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. പച്ച നുണ വിളിച്ചു പറയുന്നതിന് ഒരു മാന്യതയൊക്കെ വേണ്ട ടീച്ചറെ. ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പേരിന്റെ കൂടെ ടീച്ചർ എന്ന് കൂട്ടിച്ചേർത്തതിനെ കൊണ്ട് കാര്യമില്ല. പ്രവർത്തികൾ ടീച്ചറുടേതാവണം എന്നുള്ളതാണ്. പ്രവർത്തികൾ കൂടി ടീച്ചറുടേതാവണം. ഷാഫി നിങ്ങളെ കരണത്തടിച്ചത്, അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വടകരയിൽ ടീച്ചർ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്ന് മാത്രമല്ല, വലിയ കോൺഫിഡൻസ് അത് ടീച്ചർക്കുണ്ടായിരുന്നു. വളരെ വലിയ കോൺഫിഡൻസ് ടീച്ചർക്കുണ്ടായിരുന്നു. ടീച്ചർക്ക് എന്ന് മാത്രമല്ല, സഖാക്കൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. വടകരയിൽ വിജയിച്ച് കയറുമെന്നുള്ള വലിയ ഒരു കോൺഫിഡൻസ് അത് ടീച്ചർക്കും സഖാക്കൾക്കും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണല്ലോ ടീച്ചർ ഡൽഹിയിൽ പോയിട്ട് ഫ്ലാറ്റ് അടക്കം വാങ്ങിയത്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വരുന്നത്.
ലോക്സഭ, രാജ്യസഭ, പാർലമെന്റ് കൂടുന്ന സമയങ്ങളിൽ ഡൽഹിയിൽ, അതല്ലാത്തപ്പോ നാട്ടിൽ, അങ്ങനെ ഡൽഹിയിൽ തന്നെ വന്ന് കാണാൻ, വടകരക്കാരൊക്കെ ഡൽഹിയിൽ പോയി കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വരാനും കാണാനുമുള്ള സൗകര്യം നോക്കിയിട്ട് ഡൽഹിയിൽ ടീച്ചർ ഒരു ഫ്ലാറ്റ് വാങ്ങി. വോട്ടെണ്ണ ഇതിന്റെ പിറ്റേന്ന് ആ ഫ്ലാറ്റ് തിരിച്ചു വെക്കുകയും ചെയ്തു. എന്റെ പൊന്ന് ടീച്ചറെ, കരഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതി കൊടുത്തിട്ട് ഷാഫി അയോഗ്യനാക്കാം. ഷാഫി അയോഗ്യനാക്കിയാൽ എന്താ, ടീച്ചർ വിജയമായിട്ട് പ്രഖ്യാപിക്കും. ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ, 2ാം സ്ഥാനത്ത് വരുന്ന ആരാണോ അയാളെ വിജയമായി പ്രഖ്യാപിക്കും. അങ്ങനെയാണല്ലോ. അങ്ങനെ ആക്കിയാലും നമുക്ക് ചെയ്യാല്ലേ? നമുക്ക് വടകരയിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് വടകരയിൽ മൊത്തത്തിൽ ഒരു ഒപ്പ് ശേഖരണം നടത്താം. ഷാഫിയെ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒപ്പ് ശേഖരണം. ആ ഒപ്പ് ശേഖരണം നടത്തിയിട്ട് ആ ഒപ്പ് ശേഖരണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരാതി നമുക്ക് ഇലക്ഷൻ കമ്മീഷന് കൈമാറാം. എന്നിട്ട് ഷാഫിയെ നമുക്ക് അയോഗ്യനാക്കാം. എന്നിട്ട് ടീച്ചർ എന്താക്കാം, അവിടെ വിജയമായിട്ട് പ്രഖ്യാപിക്കാം. അപ്പോഴെങ്കിലും ഈ കരച്ചിലൊന്ന് നിർത്തുവോ ടീച്ചറെ? കാലം കുറെ കഴിഞ്ഞില്ലേ? ഇലക്ഷനല്ലേ ടീച്ചറെ, ഇനിയും വരില്ലേ? ഇനിയും നമുക്ക് മത്സരിക്കാന്നേ. ഇനിയും അടുത്ത ഇലക്ഷനിലും നമുക്ക് ഷാഫിക്കെതിരെ വടകരയിൽ മത്സരിക്കാം. ഷാഫിയെ നമുക്ക് മലർത്തിയടിക്കണം. അയ്യോ, ഞാനില്ല, ടീച്ചർക്ക് മതിയായിട്ടുണ്ട്. ടീച്ചറെ ഇനി കൊന്നാലും ഷാഫിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഷാഫിക്കെതിരെ മത്സരിക്കില്ല, വടകരയിൽ മത്സരിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. എതിർപക്ഷത്ത് UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണെങ്കിൽ ഷാഫിക്കെതിരെ ടീച്ചർ വടകരയിൽ എന്നും മാത്രമല്ല കേരളത്തിന്റെ എവിടെയാണെങ്കിലും ടീച്ചർ മത്സരിക്കില്ല, ഉറപ്പാണ്. ആ കിട്ടിയ അടിയുടെ വേദന, ആ കിട്ടിയ അടി, അതിന്റെ പ്രഹരം, അത് ടീച്ചറെ വല്ലാതെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. ഇപ്പോഴും ടീച്ചറുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അതല്ലേ ടീച്ചർ വടകരയിൽ നിന്ന് വന്ന് എറണാകുളത്തെ പറവൂരിൽ വന്നിട്ട് പോലും ഇപ്പോഴും ആ അടി കിട്ടിയതിന്റെ വേദന ഇങ്ങനെ പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ടീച്ചറെ ഈ രാഷ്ട്രീയമായി നേരിടുന്ന ക്രിമിനൽ സംഘങ്ങൾ ആരാണെന്നറിയോ? അത് ടീച്ചറെ നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെയാണ്. നിങ്ങളുടെ കൂടെയുള്ളവരാ. രാഷ്ട്രീയമായി ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതാക്കി 51 വെട്ടി വീഴ്ത്തിയതിന്റെ പാരമ്പര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമാ. TP ചന്ദ്രശേഖരൻ മാത്രമല്ല, നിങ്ങൾ വെട്ടി വീഴ്ത്തിയ ആളുകൾ TP ചന്ദ്രശേഖരുണ്ട്, ശരത് ലാലും കൃപേഷുമുണ്ട്, ഷുഐബുണ്ട്, അരിയിൽ ഷുക്കൂറുണ്ട്, തലശ്ശേരിയിലെ ഫസലുണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകൾ. നിങ്ങൾ ഇത്തരത്തിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ വെട്ടി വീഴ്ത്തിയ ആളുകളുടെ എണ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീരില്ല. അതൊന്നും എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയുമുണ്ട്. അതാണ് നിങ്ങളുടെ ക്രിമിനൽ സംഘങ്ങൾ. കൊടിസിനിമാരെ ഇന്നോവ കാറിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ കാറിൽ പറഞ്ഞു വിടുന്ന രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഉടമകൾ സഖാക്കളെ നിങ്ങളാണ്. അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന ടീച്ചറും ഈ പറയുന്ന EP ജയരാജനും P ജയരാജനും പിന്നെ കണ്ണൂരിലെ പിണറായി വിജയനും അടങ്ങുന്ന എല്ലാവിധ ആളുകളും. എല്ലാത്തിൻ്റെയും അറിവോട് കൂടിയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യമെന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. കണ്ണൂരിലെ എന്ന് പറയുമ്പോൾ ഈ TP ചന്ദ്രശേഖരൻ വെട്ടി വീഴ്ത്തുന്നത് വടകരയിലാ, ഒഞ്ചിയത്താ, അത് കോഴിക്കോട് ജില്ലയിലാ. ഈ കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ, അതിന്റെ പ്രാന്തപ്രദേശങ്ങൾ, ഈ പറയുന്ന കുറ്റ്യാടി, വടകര, നാദാപുരം, പെരിങ്ങത്തൂര്, തലശ്ശേരി, കണ്ണൂര്, കൂത്തുപറമ്പ്, പയ്യന്നൂര്, അങ്ങനെ ഈ അടങ്ങുന്ന സ്ഥലങ്ങൾ, ഈ പ്രാന്തപ്രദേശങ്ങൾ, അതിൽ മാഹി അടക്കം പെടുന്ന ഇടങ്ങൾ, എത്ര എണ്ണത്തിനെയാ നിങ്ങൾ വെട്ടി വീഴ്ത്തിയത്? എല്ലാം രാഷ്ട്രീയത്തിന്റെ പേരിലല്ലേ? എന്നിട്ട് നിങ്ങളാണോ ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ കേരളത്തിന്റെ പ്രബുദ്ധരായ ജനങ്ങൾ കണ്ടില്ലേ? TPയെ വെട്ടി വീഴ്ത്തിയ കൊടിസുനിമാരടക്കം ജയിലിൽ നിന്ന് കോടതിയിലേക്ക് വരുന്ന വഴിയും കോടതിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയും ബാറിൽ കയറി എല്ലാവിധ ഉല്ലാസങ്ങളും ആനന്ദങ്ങളും ആഹ്ലാദിപ്പുകളും ആഘോഷങ്ങളും നടത്തുന്നത്, പരസ്യമായിട്ട് മദ്യപിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ആരുടെ ഒത്താശയോട് കൂടിയാ? ആരാണ് ഇതിനൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത്? ആരൊക്കെയാണ് ക്രിമിനലുകൾ? ആരൊക്കെയാണ് ഈ പറയുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ഈ കുടിപ്പകക്കാർ? ആരൊക്കെയാണ് എന്നുള്ളത് ടീച്ചർ പറവൂരിൽ വന്ന് വിശദീകരിക്കണ്ട.
ടീച്ചർക്ക് ധൈര്യമുണ്ടെങ്കിൽ വടകരയിലെ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ പോയിട്ട് പറയാൻ, ഈ പറഞ്ഞ വാക്കുകൾ അവിടെ പറയാൻ ധൈര്യമുണ്ടോ ടീച്ചറെ? ധൈര്യമുണ്ടോ? എങ്ങനെയാ കെ രമ എന്ന് പറയുന്ന TP ചന്ദ്രശേഖരന്റെ വിധവ ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ MLA ആയിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? നിങ്ങൾ TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് കെ രമ എന്ന് പറയുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ വലിച്ചെറിയുന്നു എന്നതിന്റെ തെളിവാണ് കെ രമ. ആ കെ രമയടക്കമുള്ള ജീവിക്കുന്ന ആളുകൾ, ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളായി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പറവൂരിൽ വന്നിട്ട് അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ തെമ്മാടിത്തരത്തെക്കുറിച്ചും ഈ ക്രിമിനൽ സംഘത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ തോരാതെ സംസാരിക്കുന്നു. എന്തേ ടീച്ചറെ, വടകരയിൽ ഒഞ്ചിയത്ത് ധൈര്യമുണ്ടെങ്കിൽ ഇതുപോലൊരു സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്റ്റേജ് കെട്ട്. അങ്ങനെയെങ്കിൽ ആ സ്റ്റേജിൽ ആദ്യം കയറേണ്ട വ്യക്തി കെ രമയാണ്. എന്നിട്ട് ആ കെ രമയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ പറ, ധൈര്യമുണ്ടെങ്കിൽ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ. കരഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ. തോറ്റാൽ തോറ്റു എന്ന് സമ്മതിക്കണം, തോൽവി സമ്മതിക്കണം, അതിനുള്ള മാന്യതയെങ്കിലും ഒന്ന് കാണിക്കണം.